ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. പ്രിയങ്കരായ സഹോദരങ്ങളെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഈ സമരത്തിന് ആഭിമുഖ്യം പ്രകടിപ്പിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റ് ബഹുമാന്യരെ, നിങ്ങൾ നടത്തുന്ന ഈ സമരത്തിൽ ഇതിനു മുൻപും ഒരു തവണ ഞാൻ പങ്കെടുത്തിരുന്നതാണ്. പക്ഷെ ഇത്രയും ദിവസമായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു പ്രതിനിധി നിങ്ങളുമായി ചർച്ച ചെയ്തില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ അവഗണിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളെ കണ്ടില്ല എന്നടിക്കാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു കാര്യമായി ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഈ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന നിങ്ങൾക്കാർക്കും ഇനി ഒരു പരീക്ഷ കൂടി എഴുതാൻ, CPO റാങ്ക് പട്ടികയിൽ കടന്നുകൂടാൻ ഒരു പരീക്ഷ കൂടി എഴുതാനുള്ള പ്രായമില്ല എന്നുള്ളത്, പ്രായം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി എന്നേക്കുമായി ഒരു പോലീസ് കോൺസ്റ്റബിൾ എന്ന സ്വപ്നം എന്നേക്കുമായി കൊട്ടി അടയ്ക്കപ്പെടുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും എന്ന് ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് റാങ്ക് പട്ടികയിൽ കടന്നുകൂടിയിട്ടുള്ള ആളുകൾ സമാനതകളില്ലാത്ത സമരങ്ങൾക്ക് ഇവിടെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഒരു റാങ്ക് പട്ടികയിലേക്ക് കടന്നു വരാൻ എത്രമാസം പ്രയാസമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ചില ആളുകളെ തിരികെ കയറ്റുന്നുണ്ട്. കാരണം ഇന്നും SI റാങ്ക് പട്ടിക റദ്ദാക്കി. എങ്ങനെയാണ്? കായികക്ഷമതാ പരീക്ഷയിൽ പങ്കെടുക്കാത്ത ആളുകളെ വരെ ആ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് കടന്നുപോയിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കഠിനമായി അവരുടെ വിദ്യാഭ്യാസ കാലത്ത് നന്നായി പഠിക്കുകയും ഉറക്കമിളച്ചിരുന്ന് പഠിക്കുകയും അതിനുശേഷം PSC പരീക്ഷയിൽ പാസ്സാകുന്നതിന് വേണ്ടി ഇവിടെ കോച്ചിങ് ക്ലാസ്സുകളിലേക്ക് പോയി എത്രയോ പണം ചെലവഴിച്ചാണ് ഓരോ ക്ലാസ്സുകളിലും പങ്കെടുത്ത് നിങ്ങൾ പരീക്ഷയ്ക്ക് പ്രാപ്തരായിട്ടുള്ളത്. കായികക്ഷമത അത്യാവശ്യം എന്നുള്ള കാരണത്താൽ കായികക്ഷമത തെളിയിക്കുന്നതിന് വേണ്ടി രാത്രിയെന്നില്ല പകലെന്നില്ലാതെ നിങ്ങൾ നടത്തിയിട്ടുള്ള പരിശീലനങ്ങൾ, BAയും MAയും പഠിച്ച വിദ്യാർത്ഥികൾ വടത്തിൽ കയറുന്നു. കൈമുറിഞ്ഞാലും കൈമുറിഞ്ഞ് ചോര വന്നാലും ആ വടത്തിൽ കയറ്റം നിർത്തുന്നില്ല. കാരണം കഷ്ടപ്പെട്ട് തങ്ങളെ പഠിപ്പിച്ച് ഈ നിലയിലാക്കിയ മാതാപിതാക്കൾക്കൊരു താങ്ങും തണലും നൽകാൻ ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് കണ്ടുകൊണ്ടാണ് പുലർച്ചെ എഴുന്നേറ്റ് സ്റ്റേഡിയങ്ങളിലേക്ക് ഓടുന്നു, റോഡിൽ ഓടുന്നു. ചിന്നിങ് ഉൾപ്പെടെയുള്ള എല്ലാ കായികക്ഷമത തെളിയിക്കുന്നതിനുള്ള എല്ലാ പരിശീലനങ്ങളും നേടുന്നു. ആ പരിശീലനങ്ങളെല്ലാം നേടി കായികക്ഷമത പരീക്ഷയും കടന്ന് റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവരാണ് നിങ്ങൾ. 14,000-ഓളം പേർ ഈ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കേവലം 4,000-ൽ താഴെ ആളുകൾക്ക് മാത്രമാണ് അഡ്വൈസ് അയച്ചിട്ടുള്ളത്. അതിൽ പലർക്കും മറ്റു പല ഉദ്യോഗങ്ങളും കിട്ടിപ്പോയി. അങ്ങനെ നോക്കുമ്പോൾ ഒരു 15-16% ആളുകളെ മാത്രമാണ് ഈ റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിക്കാൻ കേവലം ഒരു മാസം മാത്രം ബാക്കി നിൽക്കെ 16-17%. എന്താണ് PSC ചെയർമാൻ പറഞ്ഞത്? ഇനിയുള്ള പരീക്ഷയിൽ എത്ര ഒഴിവുകളുണ്ടോ ആ ഒഴിവുകൾക്ക് അനുസൃതമായിട്ടുള്ള റാങ്ക് പട്ടികയെ പ്രസിദ്ധീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഒഴിവെല്ലാം എവിടെ പോയി? ആ ഒഴിവുകളെല്ലാം നിങ്ങൾ പ്രഖ്യാപിച്ച ഒഴിവുകളെല്ലാം എവിടെ പോയി? 2019 ശേഷം 2019-ലാണല്ലോ നോട്ടിഫിക്കേഷൻ വന്നത്. 2019 കഴിഞ്ഞ് 2024 ഇതിനിടയിൽ ഉണ്ടായ ഒഴിവുകളെല്ലാം ആവിയായി പോയോ? സർക്കാർ വ്യക്തമാക്കണം. ഈ കാലയളവിൽ ഉണ്ടായിട്ടുള്ള ആ ഒഴിവുകളിൽ നിങ്ങൾ ആരെയാണ് നിയമിക്കാൻ പോകുന്നത്? PSC SI ലിസ്റ്റിലേക്ക് ആളുകളെ തിരികെ കയറ്റിയതുപോലെ ഈ CPO ലിസ്റ്റിലേക്ക് ആളുകളെ തിരികെ കയറ്റി ഈ ഒഴിവിലേക്ക് തിരികെ കയറ്റാമെന്നാണോ നിങ്ങൾ കരുതുന്നത്? അപ്പൊ ഇത്രയും നിലയിൽ ഈ റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിക്കുമ്പോൾ ഇവിടെ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞിരിക്കും.
ഇനി കേവലം ദിവസങ്ങൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരാൻ പോവുകയാണ്. എന്തെങ്കിലും മനുഷ്യത്വമുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ആർദ്രതയുണ്ടെങ്കിൽ, ഈ കേരളത്തിലെ ചെറുപ്പക്കാരുടെ എന്തെങ്കിലും ഒരു ആഭിമുഖ്യമുണ്ടെങ്കിൽ വരുന്ന ദിവസങ്ങൾക്കുള്ളിൽ, 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഈ റാങ്ക് പട്ടികയിൽ നിന്നുള്ള ബഹുഭൂരിപക്ഷം ആളുകളെയും നിയമനത്തിന് വേണ്ടി അഡ്വൈസ് ചെയ്യിക്കാനുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. അതല്ലെങ്കിൽ ഈ 5-ാം തീയതിയോ അല്ലെങ്കിൽ ഈ മാസം തന്നെ 10-ാം തീയതിക്കുള്ളിൽ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരും. അതോടുകൂടി ഒരു മാർഗവുമില്ലാത്ത അവസ്ഥയിലേക്ക് ഈ റാങ്ക് പട്ടികയിലുള്ളവരുണ്ടാകും. ഇതിന് തൊട്ട് മുമ്പത്തെ റാങ്ക് പട്ടിക 7000-ത്തിലധികം ആളുകളുടേതായിരുന്നു. അതിൽ 5000-ത്തിലേറെ ആളുകൾക്ക് അന്ന് നിയമനം കൊടുത്തിരുന്നു. ഇവിടെ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന കാലത്ത് സൂപ്പർ ന്യൂമറി തസ്തിക സൃഷ്ടിച്ച് കാലാവധി തീരാൻ പോകുന്ന റാങ്ക് പട്ടികയിൽ നിന്ന് പരമാവധി ആളുകളെ റാങ്ക് പട്ടികയിൽ നിന്ന് തെരഞ്ഞെടുത്ത് നിയമനങ്ങൾ നൽകിയ പാരമ്പര്യമുള്ള പ്രീസിഡൻസ് ഉള്ള ഒരു നാടാണ് നമ്മുടേത് എന്ന് നമ്മൾ ഓർക്കണം. ഇനി വരാനിരിക്കുന്ന കാലയളവിലേക്കുള്ള ഒഴിവുകൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് എത്ര തവണയാണെന്ന് PSC റാങ്ക് പട്ടികയുടെ കാലാവധി നീട്ടിയിട്ടുള്ളത് ഇത് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് അടിയന്തിരമായ ഒരു ചർച്ച നടത്തി ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ശ്രമങ്ങൾ ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. നിങ്ങളുടെ ഈ സമരത്തോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.